ഇൻഫോ പാർക്കിനടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് 150 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നാല് മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. .7 ഈ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് സ്ലൈഡിങ്ങും ഒരു സൈഡ് ഫോൾഡിങ്ങുമായിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണുള്ളത്. ഏകദേശം 15 അടി നീളവും 9.5 അടി വീതിയുമുള്ള ഒരു കാർ പോർച്ചാണിത്. നമ്മളിപ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗത്താണ്. ഏകദേശം 6 അടിയോളം വീതിയിലാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്കാണ് ഇവിടെയെല്ലാം വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ഇൻ്റർലോക്കാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടി വീതിയിലാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടിയോളം വീതിയിൽ മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. ഏകദേശം 8.5 അടിയിലേറെ നീളവും 5 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വടക്ക് ദർശനമായി വരുന്ന ഈ വീടിൻ്റെ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 10 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ലിവിംഗ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ട് വളരെ ഭംഗിയായി തന്നെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. ലിവിംഗ് റൂമിൻ്റെ ഈ ഭാഗം 2 ജനലുകളും ഇവിടെയായി മൾട്ടിവുഡിൽ ഒരു വർക്ക് കൊടുത്ത് ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിൻ്റെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഏകദേശം 18 അടിയോളം നീളവും 13 അടി വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് മൂലയിലാണ് കിച്ചൺ വരുന്നത്. ഏകദേശം 9.5 അടി നീളവും 8.5 അടി വീതിയുമാണ് ഈ കിച്ചണിലുള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 13 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഈ കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. ഏകദേശം 11.5 അടി നീളവും 9 അടി വീതിയുമാണ് ഈ അപ്പർ ലിവിങ്ങിന് ഉള്ളത്. നമ്മൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 14 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം.
നമ്മൾ ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. നമ്മൾ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 12 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. ഫുള്ളി ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും ഇവിടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായി വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിരിക്കുന്നു. നമ്മൾ ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 9 അടി നീളവും 4.5 അടി വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 150 മീറ്റർ, കിഴക്കമ്പലത്തേക്ക് 3 കിലോമീറ്റർ, പള്ളിക്കര ജംഗ്ഷനിലേക്ക് 1.7 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെന്റ് 850 ലെങ്സ് സ്ഥലത്ത് 1573 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.